ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഇൻറ്റേൺഷിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചാണ് നമ്മൾ കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാര്യവട്ടത്താണ് കോളേജെങ്കിലും റൂം എടുത്തത് കരക്കൂട്ടത്താണ്. അവിടുന്ന് കുറച്ച് അധികം ദൂരം നടക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 15 മിനിറ്റ് എന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും അധികം നടക്കാനുണ്ടെന്ന് കരുതിയില്ലായിരുന്നു. അതും മാത്രമല്ല, തിരുവനന്തപുരത്ത് നല്ല ചൂടാണ്. ഞങ്ങൾ വന്നന്ന് തൊട്ട് നല്ല വെയിലും ചൂടുമാണ്, സഹിക്കാൻ പറ്റുന്നതേ ഇല്ല. നമ്മൾ എറണാകുളത്ത് നിന്ന് വന്നപ്പോൾ എറണാകുളത്ത് ഭയങ്കര മഴയാണ്, എന്നും മഴയാണ്, വെയിൽ കാണാനേ സാധിക്കത്തില്ല. കാര്യവട്ടത്തുള്ളവർക്ക് അറിയായിരിക്കും, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഞാൻ അത് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അവസാനം നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിലെത്തി. ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് ഉള്ളിലൂടെ നമുക്ക് പോയി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചെല്ലാൻ കുറച്ച് നടത്തമുണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം നേരത്തെ ചെല്ലണമായിരുന്നു. നമ്മളൊരു 9:45 തന്നെ എത്തിയപ്പോൾ തന്നെ. പിന്നെ 10 മണിയായപ്പോൾ ക്ലാസ് തുടങ്ങിയിരുന്നു. ഫസ്റ്റ് ക്ലാസ് നമുക്ക് മിസ്സായിരുന്നു എടുത്തത്. പ്രീ ഹിസ്റ്ററിയെ പറ്റിയായിരുന്നു നമുക്ക് ഫസ്റ്റ് ക്ലാസ്. അത് കഴിഞ്ഞ് ഒരു 11 o'clock ഒക്കെ ആയപ്പോൾ നമുക്ക് ചായയൊക്കെ തന്നു. സെക്കൻഡ് ക്ലാസ് നമുക്ക് വേൾഡ് പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ടോപ്പിക്കിലായിരുന്നു എടുത്തിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ഉച്ച കഴിഞ്ഞ് നമുക്ക് എക്സസൈസ് വർക്കായിരുന്നു. ഒരു സൈറ്റിൻ്റെ റിപ്പോർട്ട് തന്നിട്ട് അത് സമ്മറി ആക്കിയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യണമായിരുന്നു. നമ്മൾ ഏതോ അറിയാത്തൊരു ബീച്ചിൽ പോവാണ്. എവിടോട്ടാന്ന് പറഞ്ഞൂടാ. ഇന്റേൺഷിപ്പിന് വന്നിട്ട് മനുഷ്യൻ നടന്നു മടുത്ത് അതെ, ഹോസ്റ്റലിൽ നിന്ന് 15 മിനിറ്റ് ഉള്ളെന്ന് പറഞ്ഞിട്ട് നടന്നു മറ്റേ രാവിലെ ഒരു മാരത്തോൺ ഓടിയതുപോലെയാണ് ഞങ്ങൾ ഇവിടെ കോളേജിൽ വന്നത് തന്നെ. അടിപൊളിയായിരുന്നു. അയ്യോ, 5 മണിയായപ്പോൾ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ബീച്ചിലെത്തുന്നത് 6:30. കറക്റ്റ് സൺസെറ്റിൻ്റെ സമയത്താണ് എത്തുന്നത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ നേരം ഞങ്ങൾ വെള്ളത്തിൽ നിന്നിട്ട് തിര അടിക്കുന്നതേ ഇല്ലായിരുന്നു. അവസാനം ഒരു തിര വന്ന് അടിച്ച് ഫുള്ള് ഞങ്ങൾ നനച്ച് കളഞ്ഞ്. ഒരു 7 മണി വരെയൊക്കെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ തിന്നിട്ട് തിരിച്ച് ഓട്ടോയിലാണ് കരക്കൂട്ടം വരെ പോയത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി കപ്പ ബിരിയാണി ഓരോരുത്തരും ഓരോന്നാണ് വാങ്ങി കഴിച്ചത്. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ റൂമിൽ തന്നെ പോയി. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ. ബായ്.